ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അസേലിയ പ്ലാന്റ് ആണ്. ഞാൻ 3 പ്ലാന്റ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് പ്ലാന്റൊക്കെ അവർ അയച്ചു തന്നിട്ടുള്ളത്. നല്ല പാക്കിംഗ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അസേലിയ പ്ലാന്റ് എല്ലാവർക്കും വാങ്ങിക്കാൻ വളരെ മടിയാണ്. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ അത് യോജിച്ച് വരുന്നില്ല എന്ന് കരുതി ചിലരൊന്നും ആ പ്ലാന്റ് വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചെറിയ തൈകൾ നഴ്സറിക്കാർ വാങ്ങിച്ച് അത് നമ്മുടെ അന്തരീക്ഷം കാലാവസ്ഥയായിട്ട് ചേർന്നിട്ട് നമ്മളത് വാങ്ങിച്ച് വളർത്തുമ്പോൾ അങ്ങനെ വാങ്ങി വളർത്തിയിട്ട് ഫ്ലവർ ഇട്ടവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഒരു പ്ലാന്റ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ടോ, 3 കളറ്. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സിലാണ് അവർ അയച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, തുറന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഒരു വാട്ടം കാര്യങ്ങളൊന്നുമില്ല തുറന്ന് നോക്കിയപ്പോൾ. അപ്പോൾ കൊക്കോ പീറ്റിലാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ, അതിൻ്റെ വേര് ഭാഗം. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അസേലിയ പ്ലാന്റ് നമ്മുടെ ഈ റോസിൻ്റെ ഫ്ലവർ ഇല്ലേ, അതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവാറുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടോ, രാത്രിയാണ് കിട്ടിയത്. അപ്പോൾ നേരം വെളുത്തപ്പോഴാണ് പോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ കിട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫ്ലവറൊക്കെ ഉണ്ട്. ഫ്ലവർ ഉള്ളത് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ലൊരു പീച്ച് കളറ്, അതേപോലെ തന്നെ നല്ല റെഡ്, വൈറ്റ്. ഈ വൈറ്റിലുള്ള ഫ്ലവർ ഒക്കെ കുറച്ച് ഉണക്കമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി പ്ലാന്റുകൾ പോട്ട് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, നല്ല കളറുകൾ. അതേപോലെ ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു. അവർ വീഡിയോ ഇട്ടുതന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വയനാട് ഭാഗത്തൊക്കെയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ചിലരൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ നാട്ടിലും ഇതൊക്കെ ഫ്ലവറായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണിത്. കണ്ടില്ലേ, ഇതിൻ്റെ പൂക്കളൊക്കെ, ഇലകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഫ്ലവറായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലവർ ഇട്ട ഭാഗം കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് വീണ്ടും പുതിയൊരു ചെടിയിൽ ഫ്ലവറൊക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ. അല്ലാതെ അതേപോലെ നിർത്തി കഴിഞ്ഞാൽ ഫ്ലവർ ആവാൻ പണിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് അലോവേരയുടെ പീസിൽ വെച്ചിട്ടും തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. മണലിൽ മാത്രം വെച്ചിട്ട് ചെറുതായി നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഈ പ്ലാന്റുകളൊക്കെ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മണലും അതേപോലെ ചാണകപ്പൊടിയും സാഫ് ഫംഗസൈഡും കൂടെ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടിയിൽ ഇത്തിരി കരിയില പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് പോട്ടി മിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അത് മതി. വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വെയിൽ വേണം ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഇടാനായിട്ട്. നമ്മൾ റീപോർട്ട് ചെയ്ത ഉടനെ ലീഫൊക്കെ ഒരു യെല്ലോ കളറിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളത് വെയിലത്തുനിന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ശരിയായതിൻ്റെ ശേഷം വെയിലുള്ള ഭാഗത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായി ഫ്ലവർ ഉണ്ടാവുന്ന ചെടി തന്നെയാണ്. ഇതിൽ ഫ്ലവറായി കഴിഞ്ഞാൽ വീണ്ടും ഞാനിത് ഇതിൻ്റെ അപ്ഡേഷനുകളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3 കളറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും ഇതിലൊരുപാട് കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു പിങ്ക് കളറിൽ കാണുന്നതിൽ എപ്പോഴും പൂക്കളായിട്ട് കാണാറുണ്ട് കേട്ടോ. ഇത് നല്ല റെഡാണ്. ഇതിൽ 2 ഫ്ലവറേ ഉള്ളൂ. അതേപോലെ മൊട്ടുകളുണ്ട് കേട്ടോ. അതിൽ വിരിയാറായിട്ടുള്ള മൊട്ടുകളുണ്ട്, ഫ്ലവറുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂക്കൾ തന്നെയാണ്. ഈ ഒരു ചെടിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ഫംഗസൈഡ് ഏതെങ്കിലും ഒന്ന് ലീഫിലൊക്കെ സ്പ്രേ ചെയ്ത് ചുവട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആ ഒരു കാര്യം കൂടെ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട്, കമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. അത് വലിയ വലിയ ഫ്ലവറുകളാണ് അതിലുണ്ടാവാറുള്ളത്. അതും ഏകദേശം ലീഫുകളൊക്കെ ഇതേപോലെ തന്നെ, പക്ഷെ നല്ല കട്ടിയുള്ള ലീഫുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവാറുള്ളത്. ഇതിനേക്കാളും വലിയ ലീഫുകളാണ് ആ ഒരു പ്ലാന്റിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.